രാവിലെ ഉണരുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം ദേവുവിൻ്റെ മുഖത്തുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് മുടി കുളിർപ്പിനെ കെട്ടി നെറുകയിൽ സിന്ദൂരം ചാർത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ബെഡിലായി അവളെ തന്നെ നോക്കി കമിഴ്ന്ന് കിടപ്പുണ്ട് ആഹി. ചുണ്ടിലൊരു പുഞ്ചിരിയും. ഇങ്ങ് വാ ദേവു. എഴുന്നേറ്റിരുന്ന് ഇരു കൈകളും അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ അവളെ വിളിക്കുമ്പോൾ അവൻ്റെ കൈപ്പിടിയിലേക്ക് ഓടിച്ചെന്നിരുന്നു അവൾ. അതെ, നേരെ ഒരുപാടായി, ഞാൻ താഴേക്ക് ചെല്ലട്ടെ, മുത്തശ്ശിയൊക്കെ ഒന്ന് കാണട്ടെ, അവരൊന്ന് പോകില്ലേ? അവൾ അവൻ്റെ മുഖത്തേക്ക് വിരലോടിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊന്ന് തലയാട്ടി. അവൻ്റെ മടിയിൽ നിന്നും പോകാനൊരുങ്ങിയവളെ അവൻ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ഒരുമ്മ തന്നിട്ട് നീ എവിടേക്ക് വേണേലും പൊയ്ക്കോ ദേവു, ഇന്നൊരു പകൽ അതുകൊണ്ട് പിടിച്ചു നിന്നോളാം ഞാൻ. കുറുമ്പോടെ അവനത് പറയുമ്പോൾ അവൻ്റെ മൂക്കിൻ തുമ്പിലൊന്ന് വലിച്ചു വിട്ടിരുന്നു അവൾ. വേദന കൊണ്ടവൻ മൂക്ക് തടവിയ നേരം അവൻ്റെ നെറുകയിൽ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ട് അവൾ ഓടി. നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോടി. പുറകിൽ നിന്നും അവൻ്റെ ശബ്ദം കേട്ടതും അവളുടെ ഓട്ടത്തിൻ്റെ വേഗത ഒന്നുകൂടെ കൂടിയിരുന്നു. ഇങ്ങനെ കിടന്ന് ഓടുന്നത് എന്തിനാ മോളെ നീ? ദേവ് ഓടി താഴേക്ക് വരുന്നത് കണ്ട് സെറ്റിയിലിരുന്ന മുത്തശ്ശൻ ചോദിച്ചു. ഒന്നുമില്ല മുത്തശ്ശ, എൻ്റെ മുത്തു എവിടെ? ദേവു അയാൾക്കടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. അവൾ ആ പൂജാമുറിയിലുണ്ട് മോളെ. അയാൾ പറഞ്ഞത് കേട്ട് അവൾ അർണവിൻ്റെ റൂമിന് നേർക്ക് ഒന്ന് നോക്കിക്കൊണ്ട് പൂജാമുറിക്കകത്തേക്ക് കയറി. അവിടെ തൊഴുകൈകളോടെ നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ട് അവൾ ആ ദേവി വിഗ്രഹത്തെ നോക്കി കൈകൾ കൂപ്പി നിന്നു. മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ മുത്തശ്ശി ചിരിയോടെ നോക്കി നിൽപ്പുണ്ട്. നല്ലൊരു ജീവിതമാ എൻ്റെ മോൾക്ക് കിട്ടിയേ. നല്ല മോന അവൻ. അല്ലേ ഞങ്ങളെ തേടി പിടിച്ച് അങ്ങ് വരില്ലായിരുന്നല്ലോ. അവർ അവളുടെ നെറ്റിയിൽ ചന്ദനം ചാർത്തിക്കൊണ്ട് പറഞ്ഞു. അല്ല, മാതുമോൾ എണീറ്റില്ലേ? ഇല്ല മുത്തശ്ശി, കഥക അടഞ്ഞു കിടക്കുവാ, അവൾ പറഞ്ഞു. മോൾ നൃത്തം വീണ്ടും തുടങ്ങുവാ അല്ലേ? നന്നായി, മോളുടെ ആഗ്രഹം പോലെ തന്നെ നടന്നല്ലോ. അവർ അവളെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു. ഞാൻ ഞെട്ടിപ്പോയി മുത്തശ്ശി, അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞാണ് എന്നോട് പറയുന്നത് തന്നെ. അവരുടെ മുഖത്ത് കണ്ട സന്തോഷം അവരുടെ മനസ്സ് നിറയിച്ചിരുന്നു. മുത്തശ്ശി ഇവിടെ ഇരിക്ക്, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാവേ. അതും പറഞ്ഞവൾ അടുക്കളയിലേക്ക് പോയി ചായയൊക്കെ ഇട്ടു വന്നു. അപ്പോഴേക്കും മാധവം എണീറ്റു. ഇരുവരും ചേർന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അർണവ് എണീറ്റ് വന്നുവെങ്കിലും ആഹിയെ താഴേക്ക് കാണാതെ ദേവു മുകളിലേക്ക് ചെന്നപ്പോൾ അവൻ റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നു. ചന്തുവിൻ്റെയും റൂമിൽ പോയി അവനെയും വിളിച്ചുണർത്തി ദേവു. ആഹിയും ദേവും ചന്തുവും കൂടിയാണ് മുത്തശ്ശനെയും മുത്തശ്ശിയെയും തിരികെ കൊണ്ടുവിട്ടത്. ഇന്നവിടെ കിടക്കാമെന്ന് മുത്തശ്ശൻ നിർബന്ധിച്ചെങ്കിലും പിന്നൊരു ദിവസം വരാമെന്ന് വാക്ക് നൽകി അവർ അവിടെ നിന്നും ഇറങ്ങി. പിന്നീട് അങ്ങോട്ട് ആഹിയുടെയും ദേവുവിൻ്റെയും പ്രണയ ദിവസങ്ങളായിരുന്നു. പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊതി തീരുവോളം പ്രണയിച്ചുകൊണ്ടേയിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആഹി കമ്പനിയിലേക്ക് പോയി തുടങ്ങി. ദേവുവിനെ അവൻ രാവിലെ ആനന്ദിയുടെ അടുത്ത് കൊണ്ടുവിടും, വൈകുന്നേരം തിരികെ വിളിക്കും. ചന്തു ഹോസ്റ്റലിലേക്ക് മടങ്ങി. ആഴ്ചയിലൊരിക്കൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും ആഹി അവനെ. പുതിയ ഹോസ്പിറ്റലിൻ്റെ പണിത്തിരക്കുകൾക്ക് പിന്നാലെയായിരുന്നു അന്നേരം അർണവ്. കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ പണി പൂർത്തിയായി. AM ഹോസ്പിറ്റൽ, അതായിരുന്നു അർണവും മാധുവും ചേർന്ന് ഹോസ്പിറ്റലിന് തീരുമാനിച്ച പേര്. അർണവെന്നും M മാധു. ഹോസ്പിറ്റലിൻ്റെ ഇനാഗുറേഷനും വേഗം കഴിഞ്ഞു. ആഹിയാണ് പിന്നീട് അങ്ങോട്ട് പല പ്രൊജക്റ്റുകൾക്കും പിന്നാലെയായിരുന്നു. ഇടയ്ക്കൊക്കെ അവന് വിദേശയാത്രയും പോകേണ്ടി വന്നു. അപ്പോഴൊക്കെ ദേവുവിനെ അവന് വല്ലാണ്ട് മിസ് ചെയ്യും. എങ്കിലും അവൻ്റെ സർപ്രൈസ് വരവുകൾ അതിനെ മാറ്റിക്കൊണ്ടേയിരുന്നു. അപ്പോഴേക്കും സിംഗപ്പൂർ വെച്ചുള്ള ആനന്ദിയുടെയും ദേവുവിൻ്റെയും ഡാൻസ് ഷോയുടെ ഡേറ്റായിരുന്നു. അവരോടൊപ്പം തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ആഹിയും പോയി. അതൊക്കെ അവർ ഹണിമൂണായി തന്നെ ആഘോഷിച്ചു. ആ ഡാൻസ് ഷോ അതിഗംഭീരമായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ പല രാജ്യങ്ങളും ഷോ നടത്താനുള്ള ഓഫറുകൾ കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരുന്നു. ദേവു ഇപ്പോൾ ചെറിയൊരു സെലിബ്രിറ്റിയായി. സിനിമകളിൽ നിന്നും ഓഫറുകൾ വന്നെങ്കിലും അതൊക്കെ അവൾ സ്നേഹത്തോടെ നിരസിച്ചു. ആഹി ഒരു പക്ക ബിസിനസ്മാനായി കഴിഞ്ഞിരുന്നു അന്നേരം. ആ വർഷത്തെ ബെസ്റ്റ് ബിസിനസ്മാനുള്ള അവാർഡിലേക്ക് അവൻ്റെ പേരും നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അന്നേരം അവരെ തേടി മറ്റൊരു സന്തോഷം കൂടെ എത്തിച്ചേർന്നു. മാധു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത് മുതൽ എല്ലാവർക്കും നല്ല സന്തോഷത്തിലാണ്. കണ്ടോ, ഒരുമിച്ച് കല്യാണം കഴിഞ്ഞതല്ലേ? എന്നിട്ട് അവൻ നേരത്തെ കയറി കോളടിച്ചു. കള്ള നിരാശയോടെ പറയുന്നവൻ്റെ മുഖത്ത് തറപ്പിച്ചു നോക്കി അവൾ. ആഹിയേട്ടൻ തന്നെയല്ലേ പറഞ്ഞേ ഇപ്പോൾ നമുക്കിടയിൽ ആരും വേണ്ടാന്ന്? ഇപ്പോൾ 1 വർഷം ആയതല്ലേ ഉള്ളൂ, ഇനി സമയമുണ്ടല്ലോ എന്ന്. എന്നിട്ടിപ്പോൾ എന്തിനാ ഇങ്ങനെ പറയുന്നേ? അവൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ആഹാ, എൻ്റെ സുന്ദരിക്കുട്ടിക്ക് ദേഷ്യം വന്നല്ലോ. ഞാൻ വെറുതെ പറഞ്ഞതാടി പെണ്ണേ. ആദ്യം ഞാൻ നിന്നെ ഒന്ന് സ്നേഹിച്ച് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി എന്തും. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊരു ചിരിയോടെ അവനെ നോക്കി. അതെ, എനിക്ക് മറ്റന്നാൾ പ്രോഗ്രാം ഉള്ളതാ, നാളെ ഈവനിങ്ങിന് പോകണം, ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ ഞാൻ, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെ മേഡം, നീ മാത്രമല്ലല്ലോ, ഞാനും ഇല്ലേ കൂടെ, അപ്പോൾ ഈക്വലായില്ലേ? നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാം, നീ ഇങ്ങ് വന്നേ.
അവൻ അതും പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് കട്ടിലിലേക്ക് മറിഞ്ഞിരുന്നു. ദേവുവിന്റെ അരങ്ങ് തകർത്തുകൊണ്ടുള്ള പെർഫോമൻസ് കാണാൻ കാണികൾക്കിടയിൽ അവനുമുണ്ടായിരുന്നു. അവളുടെ ഇടയ്ക്കിടെ ഇടങ്കണ്ണുള്ള നോട്ടം അവന്റെ ഹൃദയത്തിലേക്കാണ് പതിഞ്ഞത്. അപ്പോഴാണ് അവനൊരു കോള് വന്ന് ഹാളിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. അപ്പുറത്തു നിന്നുള്ള വാർത്ത കേൾക്കെ അവന്റെ കണ്ണുകൾ തിളങ്ങി. തിരികെ വന്ന് ഹാളിലേക്ക് ഇരുന്ന് കുറച്ചുനേരം കഴിഞ്ഞതും പ്രോഗ്രാം അവസാനിച്ചിരുന്നു. അവൻ ദേവുവിനെ കാണാനുള്ള തിടുക്കത്തിൽ ഗ്രീൻ റൂമിലേക്ക് കയറി ചെന്ന് അവൻ നിരാശനായി. ദേവുവിനെയും ആനന്ദിയെയും അഭിനന്ദിക്കാൻ എത്തിയവരുടെ തിരക്ക് കണ്ട് അവൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. കുറച്ച് സമയത്തിനു ശേഷം ആഹി അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ദേവു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡാൻസ് കോസ്റ്റ്യൂം മാറാതെ പിന്തിരിഞ്ഞു മിററിന് നേർക്ക് നിൽക്കുന്നവളെ നോക്കിക്കൊണ്ടവൻ ഡോർ ലോക്ക് ചെയ്തു. കാറ്റുപോലെ എന്തോ വന്ന് തന്നെ പുണർന്നത് മനസ്സിലാക്കിയ അവൾക്ക് അത് ആഹിയാണെന്ന് തിരിച്ചറിയാൻ അവന്റെ ഗന്ധം മാത്രം മതിയായിരുന്നു. അവൾ തലയുയർത്തി ആ വലിയ കണ്ണാടിയിലൂടെ അവനെ നോക്കി. തൻ്റെ തോളിൽ തലവെച്ച് തന്നെ നോക്കുവാണ് ആഹി. അപ്പോൾ എന്താണ് മോനെ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഭാര്യയുടെ പെർഫോമൻസ്? അവൾ വല്ലാത്തൊരു ഗമയോടെ അവനോട് ചോദിച്ചപ്പോൾ അവനൊന്ന് ചിരിച്ചു. നീ ഈ ആഹിറിൻ്റെ വൈഫല്ലേ, അപ്പോൾ പിന്നെ പെർഫോമൻസ് അടിപൊളിയായിരിക്കില്ലേ? അവൻ അവളുടെ വയറിൽ ചേർത്ത് പിടിച്ച് പിന്നിലേക്ക് അവനോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആഹി അത് പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഈ വർഷത്തെ ബെസ്റ്റ് ബിസിനസ്മാൻ എൻ്റെ ഈ നിൽക്കുന്ന പുന്നാര കെട്ടിയോനാണെന്ന് ഞാൻ എപ്പോഴേ അറിഞ്ഞു. ദാ ഇതെൻ്റെ വകയൊരു സമ്മാനം. അവിടെ ടേബിളിലായിരുന്ന വലിയൊരു റോസ് ഫ്ലവർ ബൊക്ക എടുത്ത് അവൻ്റെ കയ്യിലോട്ട് പിടിച്ചു കൊടുത്തുകൊണ്ട് പറയവേ അവനൊന്ന് അമ്പരന്നു. ദേവു, നീ ഇതെങ്ങനെ അറിഞ്ഞു? അവൻ ആശ്ചര്യത്തോടെ അവളോട് ചോദിച്ചു. ഞാനേ ഈ നിൽക്കുന്ന ആഹിറിൻ്റെ ഭാര്യയാണ്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്നതിൽ കാര്യമുണ്ടോ മൈ സ്വീറ്റ് ഹസ്ബൻഡ്? അവളൊരു ചിരിയോടെ അവൻ്റെ ചുണ്ടുകൾ തൻ്റെ ചുണ്ട് ചേർത്തു. പക്ഷേ അടുത്ത നിമിഷം ഡോറിലൊരു മുട്ട് കേട്ട് അവർ മനസ്സില്ലാ മനസ്സോടെ മാറി. ആഹിയാണ് ഡോറ് തുറന്നത്. ആനന്ദിയായിരുന്നു അത്. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അവർ അത് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. യെസ്, ഞാനിവളെ ഒന്ന്. നിങ്ങൾ ചേഞ്ച് ചെയ്തോ, ഞാൻ പുറത്തുണ്ടാവും. അത് പറഞ്ഞ് ദേവുവിനെ നോക്കി കണ്ണുകൾ കൊണ്ട് പുറത്തുണ്ടാവും എന്ന് പറഞ്ഞവൻ പുറത്തേക്കിറങ്ങി ഡോറ് ചാരി. 2 ദിവസം അവിടെയൊക്കെ ചുറ്റിയടിച്ച് കഴിഞ്ഞാണ് അവർ നാട്ടിലെത്തിയത്. നാട്ടിലെത്തിയതിൻ്റെ പിറ്റേന്നാണ് അവാർഡ് ഫംഗ്ഷൻ വെച്ചിരുന്നത്. ഫംഗ്ഷന് പോകാൻ ഇരുവരും തയ്യാറായി വീട്ടിൽ നിന്നും ഇറങ്ങി. സ്റ്റേജിൽ കയറി ചീഫ് ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്നും അവാർഡ് മേടിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം അവർ 2 പേരിലും ഉണ്ടായിരുന്നു. 2 വാക്കുകൾ പറയാൻ ക്ഷണിച്ചപ്പോൾ അവൻ കൂടുതലും പറഞ്ഞത് തൻ്റെ ബാക്ക് ബോണായ ഭാര്യയെക്കുറിച്ച് തന്നെയാണ്. നിറകണ്ണുകളോടെ അഭിമാനത്തോടെയാണ് ദേവു അത് കേട്ടിരുന്നത്. തിരികെ സീറ്റിലേക്ക് വന്നിരുന്ന് അവളുടെ കയ്യിൽ ആ അവാർഡ് വെച്ചു കൊടുക്കുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. തിരികെ വീട്ടിലെത്തി ഡോറ് തുറക്കാൻ ഒരുങ്ങുമ്പോഴാണ് സിറ്റൗട്ടിലൊരു ബൊക്ക ഇരിക്കുന്നത് ദേവുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അവൾ അതെടുത്തു. അതിൻ്റെ സൈഡിലായി ഒരു ടാഗിൽ തൂക്കിയ നിലയിൽ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. ഫോർ മൈ ഏഞ്ചൽ എന്നാണ് അതിൻ്റെ മുകളിൽ എഴുതിയിരുന്നത്. അത് ആഹിയുടെ പണിയായിരിക്കുമെന്ന് കരുതി അവൾ കുറുമ്പോടെ അവന് നേരെ തിരിഞ്ഞു. പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവനിൽ നിന്ന് ആ ചോദ്യം ഉണർന്നു. അതെന്താ ദേവു? അതും ചോദിച്ച് അടുത്തേക്ക് വരുന്നവനെയും ആ ബൊക്കയെയും അവൾ മാറി മാറി നോക്കി. അവൻ്റെ മുഖഭാവത്തിൽ നിന്നവൾക്ക് മനസ്സിലായി അതവൻ ചെയ്തതല്ല എന്ന്. അപ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ നിന്നത് വാങ്ങിയിരുന്നു. ലെറ്റർ പൊട്ടിച്ച് വായിക്കുമ്പോൾ ആഹിയുടെ മുഖം വലിഞ്ഞു മുറുകി. മൈ ഏഞ്ചൽ, അങ്ങനെയാണ് എനിക്ക് നിന്നെ വിളിക്കാൻ തോന്നുന്നത്. കാരണം നീ അവൻ്റെയല്ല, എൻ്റെയാണ്, ഈ രാവണൻ്റെ. രാമൻ്റെ കയ്യിൽ നിന്നും നിന്നെ അപഹരിക്കാൻ ഞാൻ ഉടനെ എത്തും. ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ്. അത്രമാത്രമാണ് അതിലുണ്ടായിരുന്നത്. ദേവു വിറയലോടെ ആഹിയെ നോക്കുമ്പോൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടവൻ അകത്തേക്ക് കയറി. ഒരിക്കലും അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ. അന്നേരം അവൻ്റെ ചുണ്ടിൽ ക്രൂരമായൊരു ചിരി ഉണ്ടായിരുന്നു. ഇരയെ കണ്ടുപിടിക്കാനുള്ള വേട്ടക്കാരൻ്റെ ചുണ്ടിലെ ക്രൂരമായൊരു ചിരി.